രസകരമായ ഒരു കഥ പറയട്ടെ. ഒരു സിനിമാ കഥ പോലെ നമുക്ക് തോന്നും. അതായത് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. പ്രഥമ എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് തൊടുപുഴ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആദ്യത്തെ ബാച്ചുകാരുടെ സംഗമം നടക്കുകയാണ്. അപ്പോൾ അന്ന് അവർ പഠിച്ച സമയത്ത് അവർക്ക് തലവേദനയായിരുന്ന ഒരു കോളേജിലെ ബെല്ലുണ്ട്, മണി, ലോഹ മണി. അതടിക്കുമ്പം ആണല്ലോ നമ്മൾ ക്ലാസ്സിൽ കൃത്യസമയത്ത് എത്തേണ്ടത്. അങ്ങനെ ക്ലാസ്സിൽ എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവരെ പുറത്തു നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതായത് മണി അടിക്കുന്നതിന് മുമ്പ് എത്താത്തതിന് വരെ പുറത്തു നിർത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇവന്മാർ കുറേ വേന്ദ്രന്മാർ കൂടി എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ മണി എടുത്തങ്ങ് അടിച്ചു മാറ്റി. പക്ഷെ അടിച്ചു മാറ്റിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം തന്നെ മണി അടിക്കാൻ പറ്റില്ലല്ലോ കോളേജിൽ. അപ്പോൾ അവർ കോളേജുകാർ വേറെ മണി ഉണ്ടാക്കി കൊണ്ടുപോയിട്ടു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം, 28 വർഷങ്ങൾക്ക് ശേഷം, മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മണിയുമായിട്ടാണ് ഈ ബിരുദന്മാരെത്തുന്നത് എന്നുള്ളതാണ്. അതായത് 28 വർഷം ഈ മണി സൂക്ഷിച്ചു വെച്ചിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അന്നത്തെ പ്രിൻസിപ്പളും ഉണ്ടായിരുന്ന ആ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ ഈ മണി അവരെ ഏൽപ്പിക്കുന്നു. വളരെ രസകരമായിട്ട് തോന്നി എനിക്കത് കണ്ടപ്പം. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വളരെ രസകരമായി തോന്നിയില്ല. ഇത്രയും വർഷത്തിന് മുമ്പ് ഒരു മോഷണം അവർ നടത്തിയതാണ്. ആ സാധനം അവർ സൂക്ഷിച്ചു വെച്ചിട്ട് ഇത്രയും 28 വർഷങ്ങൾക്ക് ശേഷം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നപ്പം അവരെ തിരിച്ച് അതേ പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് രസകരമായിട്ട് തോന്നിയൊരു സംഭവമാണ്. അതിനകത്തെ ക്യാപ്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ടു പോയിട്ടില്ല എന്ന ഒരു ക്യാപ്ഷനോടുകൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ ഇത് കൊണ്ടു കൊടുക്കുന്നത്. എനിക്കത് വളരെ രസകരമായിട്ട് തോന്നി.